അപ്പൊ നമുക്ക് അവിടെ നിയമത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി പാലായിലേക്ക് പോകുമ്പോൾ അവിടെ നിയമം പോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ ഫൈറ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു മണ്ഡലമാണ് പാല. യെസ്. അപ്പോൾ ഇത്തവണ ചില നിഗമനങ്ങൾ വരുന്നത് ജോസ് കെ മാണി തന്നെ പാലായിൽ വീണ്ടും മത്സരിച്ചേക്കും എന്നാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ജോസ് കെ മാണി വീണ്ടും കളത്തിൽ ഇറങ്ങണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിലെ പൊതുവികാരം. പാലായിൽ തന്നെ മത്സരിക്കുന്നതിനോടാണ് LDF നേതൃത്വത്തിനും താല്പര്യം എന്നുകൂടെ മനസ്സിലാവുന്നു. കേരള കോൺഗ്രസ് പ്രാഥമിക സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. വടക്കൻ കേരളത്തിൽ ക്രൈസ്തവ കുടിയേറ്റ മേഖലയിലും പാർട്ടി സീറ്റ് ആവശ്യപ്പെട്ടേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. ഇക്കുറി ജോസ് കെ മാണി എവിടെ മത്സരിക്കുമെന്ന രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ്. പാല ഒഴിവാക്കി കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹവും ഉയർന്നിരുന്നു. എന്നാൽ KM മാണിയെ പതിറ്റാണ്ടുകളോളം നിയമസഭയിൽ എത്തിച്ച പാലായിൽ തന്നെ മത്സരിക്കാനാണ് ജോസ് കെ മാണിക്ക് താല്പര്യം. പാലായുമായുള്ള വൈകാരിക അടുപ്പമാണ് തീരുമാനത്തിന് കാരണം. മണ്ഡലം മാറി മത്സരിച്ചാൽ എതിരാളികൾ അത് ആയുധമാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭാ ഭരണം നഷ്ടമായെങ്കിലും അടിസ്ഥാന വോട്ടിൽ ഇളക്കം തട്ടിയിട്ടില്ലെന്നും പാർട്ടി വിലയിരുത്തുന്നു. ത്രികോണ മത്സരം നടന്നാൽ ആശങ്ക വേണ്ടെന്നും നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരള കോൺഗ്രസ് എമ്മിൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ സിറ്റിംഗ് MLA-മാരായ N ജയരാജ്, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോബ് മൈക്കിൾ എന്നിവർ വീണ്ടും കളത്തിലിറങ്ങും. കൂടാതെ തിരുവമ്പാടി, കുറ്റ്യാടിയടക്കം കൂടുതൽ സീറ്റുകളും കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടേക്കും. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം ഉന്നതാധികാര സമിതി യോഗവും വിളിക്കും. മീഡിയ 1 കോട്ടയം. യെസ്, ജോസി ബാബു വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ജോസി, ഗുഡ് മോർണിംഗ്. പാല നിശ്ചയമായും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. കാരണം പാല തിരിച്ചുപിടിക്കുക എന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അവിടെ പക്ഷേ നിലവിൽ കോൺഗ്രസിന്റെ സീറ്റും കൂടിയാണ്. അതുകൊണ്ട് അത് തിരിച്ചുപിടിക്കൽ അത്ര എളുപ്പമല്ല. പക്ഷേ കേരള കോൺഗ്രസ് എം എങ്ങനെയാണ് അവിടുത്തെ സാധ്യതകൾ കാണുന്നത്? മാറിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, സാഹചര്യത്തിൽ പാല തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കേരള കോൺഗ്രസ് എമ്മിന് എത്രത്തോളം ഉണ്ട്? നിലവിൽ അവരതിനുള്ള വർക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? എന്തെല്ലാം കണക്ക് കൂട്ടലുകളാണ് കേരള കോൺഗ്രസ് എം പാളയത്തിൽ, പ്രത്യേകിച്ച് LDF പാളയത്തിലുള്ളത്? ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ, ജിൽസി. പാല നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയി കേരള കോൺഗ്രസിനുള്ള സീറ്റാണ്. കേരള കോൺഗ്രസിന്റെ ജന്മമെടുത്ത മണ്ണാണ്. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അത് നഷ്ടമായിട്ട് കാലങ്ങളായപ്പോൾ 2019 ഉപതെരഞ്ഞെടുപ്പ് മുതൽ പാല എതിർപക്ഷത്താണ്. അതായത് കേരള കോൺഗ്രസിന് ഒപ്പമല്ല എന്നുള്ളതാണ് പാലായുടെ ഒരു പൊതുചരിത്രം. അത് തിരുത്തി കുറിക്കാൻ വീണ്ടും ജോസ് കെ മാണി തന്നെ കളത്തിലിറങ്ങണമെന്നുള്ള ഒരു പൊതുവികാരമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ളത്. പ്രത്യേകിച്ച് അത് പാർട്ടി നേതൃത്വത്തിലെ ഉന്നത നേതാക്കളടക്കം അക്കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ കടുത്തുരുത്തിയിലേക്ക് മാറി ജോസ് കെ മാണി മത്സരിക്കുമെന്നുള്ളൊരു അഭ്യൂഹമുണ്ടായിരുന്നു. അത് നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പാലായിൽ ചില ഘടകങ്ങൾ അനുകൂലമാണ് എന്നതാണ് പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക് അടുപ്പമുള്ള ആളുകളും ജോസ് കെ മാണിയും ഒക്കെയും പറയുന്നത്. ജോസ് കെ മാണിക്കും താല്പര്യം പാല തന്നെയാണ്. കാരണം പാലായുടെ ഒരു വൈകാരിക അടുപ്പമുണ്ട്. KM മാണിയെ പതിറ്റാണ്ടുകളോളം നിയമസഭയിൽ എത്തിച്ച മണ്ഡലമാണ്. ആ നിലയ്ക്ക് പാല വിട്ടു പോയാൽ അത് വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൂടാതെ എതിരാളികൾ അതൊരു ആയുധമാക്കുമെന്നതും കേരള കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറി മത്സരിച്ചാൽ, നേരത്തെ തിരുവമ്പാടിയിലോ കടുത്തുരുത്തിയിലോ ഒക്കെ മത്സരിക്കുമെന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെയും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതൊക്കെയും പൂർണ്ണമായും പാർട്ടി നേതൃത്വം തള്ളിക്കളയുകയാണ്. പാലായിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കും. അതിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ കേരള കോൺഗ്രസ് നടത്തി കഴിഞ്ഞു. ഇപ്പോൾ പാലാ നഗരസഭയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭരണം നഷ്ടമായെങ്കിലും അടിസ്ഥാന വോട്ടുകളിൽ, പരമ്പരാഗത കേരള കോൺഗ്രസ് വോട്ടുകളിൽ കുറവ് വന്നിട്ടില്ല. തങ്ങളുടെ എല്ലാ വാർഡുകളിലും തങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ചില അവിശുദ്ധ കൂട്ടുകൾ കൊണ്ട് മാത്രമാണ് പാലാ നഗരസഭാ ഭരണം നഷ്ടമായതെന്നുള്ളൊരു വിലയിരുത്തലാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ കുടിയേറ്റ മേഖലയിലടക്കം അധിക സീറ്റ് ചോദിക്കാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് LDF ചർച്ചകൾ ഉന്നയിക്കും. പ്രാഥമികമായുള്ള കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേതൃപരമായ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് ഇക്കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യും. അതോടൊപ്പം നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ അത് ഇപ്പോൾ UDF സേഫാക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ മാണി സി കാപ്പനാണ് അവിടെ സ്ഥാനാർത്ഥിയായുള്ളത്. ഒരിടയ്ക്ക് ജോസ് കെ മാണി മുന്നണി വിട്ടുവന്നാൽ അത് വിട്ടുകൊടുക്കുമെന്നൊക്കെ ആദ്യ ഘട്ടത്തിലൊക്കെ മാണി സി കാപ്പൻ പറഞ്ഞെങ്കിലും മാണി സി കാപ്പനും ഇപ്പോൾ പാലായിൽ തന്നെ മത്സരിക്കാനുള്ള താല്പര്യമാണുള്ളത്. ഷോൺ ജോർജിന്റെ പേരാണ് BJPയിലും കേൾക്കുന്നത്. ആ നിലയ്ക്ക് വലിയ ശക്തമായ ഒരു മത്സരത്തിനുള്ള കളം ഒരുങ്ങുകയാണ് പാല. കഴിഞ്ഞ വർഷം LDFന്റെ ഈ വലിയ തരംഗത്തിനിടയിലും
പാലാ നഷ്ടപ്പെട്ടു. ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്ന് വളരെ പ്രതീക്ഷിച്ചിരുന്നതാണ്, അത് എത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം 10,000-ലേറെ വോട്ടിന് തോറ്റുപോവുകയും ചെയ്തു. ആ നിലയ്ക്ക് തിരിച്ചു പിടിക്കുക എന്നത് ഒരു അഭിമാന പോരാട്ടമാണ്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം നടത്തുന്നുണ്ട്. LDF സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും പാലായിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കണമെന്നുള്ളൊരു താല്പര്യമാണുള്ളത്. അത് പൊതുവെയുള്ള മത്സര രംഗത്തെ ചൂടുപിടിപ്പിക്കുമ്പോൾ പൊതുവെ ക്രൈസ്തവ വോട്ടുകൾക്ക് ഇടയിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുവാനും സാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ LDF നേതൃത്വം വിലയിരുത്തുന്നു. എന്തായാലും ഇക്കുറിയും പാലായിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കും. അതിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ മാണി വിഭാഗം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരൊക്കെയായിരിക്കും ജോസ് കെ മാണിക്ക് എതിരാളികളായി എത്തുക എന്നതാണ് ഇനി കൗതുകമായുള്ളത്. സിറ്റിംഗ് MLA ആയ മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതേസമയം NDA സ്ഥാനാർത്ഥിയായ ഷോൺ ജോർജ് അടക്കമുള്ള പേരുകൾ വന്നാൽ ശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് പാലായിലും ത്രികോണ മത്സരം, ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത. ജോസ് കെ മാണി എന്തായാലും പാലായിൽ നിൽക്കുമെന്ന് LDF ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ മാണി സി കാപ്പൻ എത്തുമ്പോൾ അത് മത്സരം കൂടുതൽ കടുക്കും. എന്നാലും മാണി സി കാപ്പൻ പാലായിൽ തന്നെയായിരിക്കും. തീർച്ചയായും മാണി സി കാപ്പൻ തന്നെ മത്സരിക്കും. ജോസ് കെ മാണി എന്ന് വെച്ചാൽ ജോസ് കെ മാണി അവിടെ തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടിക്കകത്ത് പൊതുവികാരം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് താല്പര്യമുണ്ട്. പുള്ളി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജയിച്ചു കയറാൻ കഴിയുമോ എന്ന കാര്യം അവിടെ ഉണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം നമ്മൾ കണ്ടു. അതിന്റെ റെപ്ലിക്ക് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അങ്ങനെ കേരളം മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ അത് നിശ്ചയമായും ജോസ് കെ മാണിയെയും അതല്ല, മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഹോൾഡ് അവിടെ ഉണ്ട് താനും. അതും ഒരു വലിയ കഴിഞ്ഞ തവണ LDFന് അനുകൂലമായി വലിയൊരു കാറ്റ് വീശിയപ്പോൾ പോലും ജയിക്കാൻ കഴിയാത്ത ജോസ് കെ മാണിക്ക് ഇക്കുറി ജയിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഷോൺ ജോർജ് NDA കാൻഡിഡേറ്റ് എത്തുമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ശക്തമായ ഒരു ത്രികോണ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരേ വോട്ട് ഷെയർ ഇദ്ദേഹം പിടിക്കും, ഷോണും പിടിക്കും. അപ്പോൾ 3 ഭാഗത്തേക്കും വോട്ട് പോകുന്ന ഘട്ടത്തിൽ ജോസിന് അവിടെ ജയിച്ചു വരാൻ കഴിയുമോ? ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഇതാണ്, ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം എങ്ങോട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ശരി.